ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ അക്വാപോണിക്സിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടണം, അടുത്ത സ്റ്റെപ്പ് ഉണ്ടാകുമ്പോൾ പിന്നെ അടുത്തൊരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ പിന്നെ ഈ കോൺക്രീറ്റ് മെറ്റൽ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമുക്കത് അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മളത് ഇടാതിരുന്നത്. ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് മെറ്റലെല്ലാം ഫുള്ളായിട്ട് നിക്ഷേപിച്ചുകൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ ഈ പൊന്നാങ്കണ്ണി ചീര ഇതിലേക്ക് പറിച്ച് നട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വീട്ടിൽ എൻ്റെ 2 വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ വീട്ടിൽ പിന്നെ പൊന്നാങ്കണ്ണി ചീര ഉണ്ട്. ആ ചീരയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ചീര എനിക്ക് ഒരു സ്നേഹിതൻ തന്നതാണ്. മുൻപ് ഇത് യൂട്യൂബിൽ ഒരു സമയത്ത് വൈറലായിരുന്നു. ആ സമയത്താണ് എനിക്ക് പൊന്നാങ്കണ്ണി ചീര കിട്ടിയത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് പിന്നെ കണ്ണിനെ പൊന്നാക്കുമെന്നാണ് പറയുന്നത്. നമ്മളിത് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിങ്ങനെ തഴച്ച് വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് നമ്മൾ നുള്ളി എടുത്തുകൊണ്ട് പിന്നെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നടാം. ഇത് ഇവിടുന്ന് തണ്ട് ഒടിച്ചുകൊണ്ട് നമ്മൾ നട്ട് കഴിഞ്ഞാലും ഇത് വളരും. അതുപോലെ തന്നെ വേരുള്ള ഭാഗം നടുകയാണെങ്കിൽ അങ്ങനെയും ഇത് വളരും. അപ്പോൾ നമ്മൾ ഈ അക്വാപോണിക്സിലേക്ക് ഇതെങ്ങനെയാണ് നടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ 2 ഇഞ്ച് പിന്നെ ഈ ജെല്ലി ഇട്ടതിൻ്റെ 2 ഇഞ്ച് താഴെ വരെ ഈ വെള്ളം കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഈ കുളത്തിൽ ഒരുപാട് മീനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 10-100ഓളം വരാൽ കുഞ്ഞുങ്ങൾ ഇതിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10-14 ദിവസം ആവാറായി. അപ്പോൾ ആ മീനുകൾ ഇതിൽ വളരുമ്പോൾ അതിൻ്റെ വെള്ളം ഇതിലേക്ക് കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിൽ നോക്കിയാൽ കാണാം, വെള്ളം ഇങ്ങനെ കയറി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ 2 ഇഞ്ച് പിന്നെ താഴ്ച വരെ വെള്ളം കയറി വരും. അപ്പോൾ ഈ ജെല്ലി നമ്മൾ ഈ കോൺക്രീറ്റ് മെറ്റൽ നമ്മൾ മെല്ലെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ നനവുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഈ നനവുള്ള ഭാഗത്ത് നമ്മൾ ഈ പിന്നെ ചെടികൾ, പച്ചക്കറി തൈകൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഭാഗത്ത് നമ്മൾ ഈ തണ്ട്, പിന്നെ ഇതിപ്പോൾ പൊന്നാങ്കണ്ണിൻ്റെ തണ്ടാണ്, നനവുള്ള ഭാഗത്ത് എത്തുന്ന രൂപത്തിൽ വെക്കുക. അതിനുശേഷം കോൺക്രീറ്റ് മെറ്റൽ പഴയതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇത്രയേ ഇതിന് വേണ്ടതുള്ളൂ. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഒരു തണ്ട് നോക്കി ഒടിച്ചെടുക്കുക. അതുപോലെ തന്നെ മെറ്റൽ നമ്മൾ ചെറുതായി മാറ്റുമ്പോൾ നമുക്ക് വെള്ളം എത്തുന്ന ഭാഗം കാണുന്നുണ്ടല്ലോ. ഈ വെള്ളം എത്തുന്ന ഭാഗം എത്തുമ്പോൾ അവിടെ ചെടി വെച്ച് കൊടുക്കുന്നു. അത് നമ്മൾ സെറ്റായി. അത്രയും ഇതിന് ആവശ്യമുള്ളൂ. ഇങ്ങനെ ഓരോ ഭാഗത്തും നമുക്ക് ഈ ചെടികളിങ്ങനെ നട്ട് പിടിപ്പിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മണ്ണിൽ വളർത്തുന്നതിനേക്കാളും വേഗത്തിൽ ഇത് ഈ ഒരു സിസ്റ്റത്തിലൂടെ വളർന്നു വരും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം. ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും വെയിൽ ഈ പച്ചക്കറിക്ക് ലഭിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം ആ ഒരു കൃഷിയിൽ നമുക്ക് കാണാനും പറ്റും. ഇനി നമ്മൾ വിത്ത് എങ്ങനെയാണ് ഇതിലേക്ക് നിക്ഷേപിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇത് പിന്നെ പാലക് ചീരയുടെ വിത്താണ്. അതുപോലെ തന്നെ ഇത് മല്ലി വിത്താണ്, മല്ലിച്ചപ്പിൻ്റെത്. അത് നമുക്കൊരു പിന്നെ ഭാഗത്ത് ഈ ഒരു ചട്ടിയിൽ നമുക്ക് ഈ മല്ലിയുടെ വിത്തുകൾ കുറച്ച് ഇതിനകത്ത് നോക്കാം. നേരത്തെ നമ്മൾ തൈ നട്ടതുപോലെ തന്നെ ഈ ഭാഗത്താണ് വെള്ളം എത്തുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മളൊരു വിത്തെടുക്കുന്നു, അതിവിടെ വെച്ച് കൊടുക്കുന്നു, മൂടുന്നു. ഇത് മുളച്ചതിന് ശേഷം നമുക്ക് അതിനനുസരിച്ചിട്ട് വീഡിയോ വീണ്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചെറിയൊരു കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.